ഇന്ന് നമുക്ക് കോട്ട മെറ്റീരിയലിൽ ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നതും എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്നതുമായിട്ടുള്ള മൂന്ന് ടൈപ്പ് സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് റേഞ്ചിലുമാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും റേറ്റ് പറയാം. നമുക്ക് ക്രിസ്മസിന് ഉപയോഗിക്കാൻ പറ്റിയതുകൊണ്ട് അല്ലാതെ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടോ ചർച്ച് വെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസും ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. ഏതെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിന്ന് നോക്കിയാലോ ഇന്ന് വന്നിരിക്കുന്ന ഈ സാരീസിൻ്റെ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വന്നിരിക്കുന്നത് പിങ്കിൽ ഇതേപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആപ്ലിക് വർക്കാണ്. കോട്ട മെറ്റീരിയലാണ്, നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഇത്. നമുക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റും ആണ്. നമുക്കിത് കൈ കിട്ടി കഴിയുമ്പോഴേ അറിയുള്ളൂ, അത്രയും സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കോട്ട മെറ്റീരിയലാണ്. 3250 റേഞ്ചിലാണ് സാരിയുടെ റേറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ ലോവർ പോർഷനിലേക്ക് ഇങ്ങനെയാണ് ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. മുന്താണി വരുമ്പോൾ സെയിം തന്നെ നമുക്ക് ആ മുന്താണി അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റ് വരുമ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും ഈ ഒരു സെയിം ആപ്ലിക് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും ആ ഒരു ആപ്ലിക് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 3250 റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ സാരി. ഭയങ്കര ലൈറ്റ് വെയ്റ്റുമാണ്, നല്ല ഭംഗി. ഇതിൻ്റെ ഈ വർക്ക് നമുക്കിങ്ങനെ ആപ്ലിക് വർക്ക് കുറേ വരുമെങ്കിലും നല്ല ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ ഈ വർക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സാരീസ്. അടുത്ത് വരുന്ന അതിൻ്റെ പീച്ച്. നല്ല ഭംഗിയുള്ളൊരു പീച്ചാണ്. നല്ല ഭംഗിയായി ഈ പീച്ചൊക്കെ കാണാനായിട്ട്. ഒത്തിരി ഇങ്ങനെ ഡാർക്കും അല്ല, നല്ല മൈൽഡായിട്ടുള്ളൊരു പീച്ച് ടോൺ. 3250. എല്ലാത്തിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും വർക്ക് വരും കേട്ടോ. അടുത്ത് വരുന്ന അതിൻ്റെ ലാവൻഡർ ടോൺ. ലാവൻഡർ ഉണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയാൽ. ലാവൻഡറും ഒക്കെ നല്ല ഭംഗിയാണ്. അതിനകത്ത് നമുക്ക് ആപ്ലിക് വർക്ക് ചെയ്തിട്ട് അതിനകത്ത് എംബ്രോയിഡറി വന്നേക്കണേ അല്പം കൂടെ ഡാർക്കായിട്ടുള്ള ഒരു പർപ്പിൾ ടോണിലുള്ള എംബ്രോയിഡറിയാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ, ഇതേപോലെ. അപ്പോൾ അത് നല്ല രസമാണ് സാരി. എല്ലാത്തിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ ഞാൻ ആദ്യം കാണിച്ച പോലെ ആ സെയിം വർക്ക് വരും കേട്ടോ. ഇതേപോലെ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും ആ ഒരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമുക്ക് എല്ലാത്തിനും ഈ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും വർക്ക് വരില്ല. ഇവർ നല്ല ഫിനിഷിങ്ങിലായിരുന്നു നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ബേജ് ടോൺ. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ്. ബ്ലൗസ് സെപ്പറേറ്റ് അല്ലേ. അതിൻ്റെ ഒരു പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ ഡാർക്ക് പിസ്ത അല്ല. ഇതിനകത്ത് കളേഴ്സ് എല്ലാം നല്ല സറ്റിലായിട്ടുള്ള കളേഴ്സാട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസ് സെപ്പറേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആട്ടോ. നമുക്ക് മെയിൻ്റനൻസ് നല്ല ഈസിയാണ്. ഒട്ടും ജസ്റ്റ് വാഷ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. എനിക്ക് അയൺ ചെയ്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. അങ്ങനെ ചുളുങ്ങി പോകുന്ന ഒരു ടൈപ്പ് അല്ല ഇതൊന്നും. നല്ല ഫിനിഷിങ്ങിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും. അടുത്ത് ഇത് വരുന്നത് അല്പം ഒരു പിങ്ക് ഷെയ്ഡാട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഈ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഓർഗൻസയിൽ വരുന്ന കളേഴ്സില്ലേ, നല്ല ഭംഗിയുള്ള കളേഴ്സ് നമുക്ക് ഓർഗൻസയിൽ വരില്ലേ, അതേപോലെ ഒരു ഫീലിലാണ് ഈ കളേഴ്സ് വന്നിരിക്കുന്നത്. ഇതൊരു പിങ്ക്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു നല്ലൊരു ഗ്രീൻ. ഇത് കണ്ടോ, ബ്യൂട്ടിഫുൾ ഗ്രീൻ. സഫയർ ഗ്രീനിൻ്റെ ഒക്കെ ഒരു ലൈറ്റർ ടോണിലേക്ക് വരുന്ന പോലെയുള്ളൊരു ഗ്രീൻ. അതിൻ്റെ ബ്ലൗസ് അവിടെ ഉണ്ട്. അടുത്തത് വരുന്നത് ഇതൊരു ഓഫ് വൈറ്റ് ടോൺ എന്ന് പറയും. ഓഫ് വൈറ്റ് ടോണിൽ ഇതേപോലെ നല്ലൊരു പിസ്ത ഗ്രീൻ ടോണിലേക്ക് വന്നിരിക്കുന്ന ആപ്ലിക് വർക്ക്. അതിൻ്റെ നമുക്ക് പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ്. ഹാഫ് പോർഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇത് രണ്ട് സൈഡും ഡബിൾ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3250 ആണ് റേറ്റ് വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്കിതിൻ്റെ ഗ്രീൻ ടോണിൽ തന്നെ സ്ലീവ് എൻഡിൽ ഇതേപോലെ വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ബ്ലൗസ്. ഇത് കണ്ടോ,
സ്ലീവ് എൻഡിൽ ഇതേപോലെ വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ബ്ലൗസ് ഗ്രീനിൽ. അപ്പം ബ്ലൗസ് വരുമ്പോൾ കോൺട്രാസ്റ്റിൽ വരും. നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ് കേട്ടോ. ഇതും കോട്ട മെറ്റീരിയലിൽ തന്നെ നല്ല ഭംഗിയുള്ള സാരീസ്. 3250. അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ക്രീം എന്ന് പറയാം കേട്ടോ. ഓഫ് വൈറ്റും അല്ല, ഒരു ലൈറ്റ് ക്രീം ആ ഒരു ഷെയ്ഡാട്ടോ വന്നിരിക്കുന്നത്. അതിനകത്ത് ഇതേപോലെ പീച്ച് ടോണിലാണ് ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് പീച്ച് ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. അടുത്തത് വന്നിരിക്കുന്ന അതിനകത്ത് പിങ്ക്, ലൈറ്റ് ക്രീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ക്രീം അല്ല, ഒരു ഓഫ് വൈറ്റിനേക്കാളും ഒരു അല്പം കൂടെ ഡാർക്ക് എന്ന് പറയാം. അതേപോലെ ഒരു ക്രീം ഷെയ്ഡാണ് കേട്ടോ. അതിനകത്ത് ഇതേപോലെ പിങ്കിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. ബ്യൂട്ടിഫുൾ സാരീസ്. അടുത്തത് വരുന്നതും അതിനകത്ത് ഗ്രേ ആണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതേ ഗ്രേയിലാണ് നമുക്ക് വർക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇതേപോലെ തന്നെ ഗ്രേയിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. സ്ലീവ് എൻഡിൽ എല്ലാത്തിൻ്റെയും ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വരും. നമുക്ക് കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോട്ടയാണ്. നമുക്കിങ്ങനെ ചൂടൊന്നും എടുക്കുന്ന ടൈപ്പ് മെറ്റീരിയലും അല്ല, നല്ല സറ്റിലായിട്ട് നിൽക്കുന്ന സാരീസ്, നല്ല ഭംഗിയുള്ള സാരീസ്. ഇതിനകത്ത് കണ്ട ഒരു പിങ്കിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു പിങ്ക് ടോണാണ് ഇതിനകത്ത് ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ ബ്ലൗസ് വരുമ്പോഴും ഇതുപോലെയാണ് ബ്ലൗസ് വരുന്നത്. 3250. നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ. അടുത്തത് വരുന്നത് നമുക്ക് ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു സാരിയാണ്. ഇത് വൈറ്റിലാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ഷെയ്ഡിൽ ഇതേപോലെ ഒരു മെറൂണും റെഡും കൂടെ ചേർന്നിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2480, 2480 നല്ല എന്നിട്ട് അതിൻ്റെ ബോർഡർ ഇതേപോലെ നല്ലൊരു ഭംഗിയുള്ള ലേസ് പാറ്റേൺ ഒക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ നമുക്ക് ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ കൊടുത്തിരിക്കുന്ന വർക്ക്. 2480. അടുത്തത് വരുമ്പോൾ വൈറ്റിൽ ഇതേപോലെ മെറൂണും റെഡും കൂടെയുള്ള ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ആട്ടോ വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബോർഡറിൽ ഇതേപോലെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ടെമ്പിൾ ഡിസൈൻ ഇതേപോലെ 1980, 1980. ഇപ്പം നമുക്കിത് ഈ മെറൂൺ ബ്ലൗസ് ഇട്ടാലും ഇങ്ങനെ ഇരിക്കും. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഏകദേശം ആ ഒരു മെറൂണിഷ് റെഡ് ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസാണ്. അങ്ങനെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. ഇതാണ് മുന്താണി വരുന്നത്. മുന്താണിയിലേക്കും ആ വർക്ക് വരും. ഇതിനകത്ത് നമുക്ക് വരുന്നത് ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ ഈ ഒരു വർക്ക് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 1980 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. അടുത്തത് വരുന്നതും വൈറ്റിൽ നമുക്ക് ഇതാണ്. നമ്മളിപ്പം ഈ സാരീസൊക്കെ ഇന്ന് ഓർഡർ ചെയ്താൽ നമ്മൾ നാളെ തന്നെ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യും. പിന്നെ DTDC വേണ്ടവർ അങ്ങനെ പറഞ്ഞാൽ മതി. അല്ല പോസ്റ്റിലാണെങ്കിലും നമുക്ക് നാളെ തന്നെ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യാം. എല്ലാം റെഡി സ്റ്റോക്കാണ് കേട്ടോ. ഇതാണ് നല്ല ഭംഗിയുള്ളത് കണ്ടോ. ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ബ്യൂട്ടിഫുൾ സാരീസാണ്. അതിൻ്റെ ബോർഡറും ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. മുന്താണി വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതും 1980 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ സ്ലീവ് എൻഡ് വരുമ്പോൾ ഇതേപോലെയാണ് സ്ലീവ് എൻഡിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ 1980. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കോട്ട സാരീസിൽ ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നതും എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്നതുമായിട്ടുള്ള കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്